ഇന്നലെ നാം എല്ലാം ഒരു വാർത്ത അറിഞ്ഞിരുന്നു. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ബോയിങ് 777 എന്ന വിമാനം ലണ്ടനിലെ ഹിബ്രൂ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് ബംഗാൾ ഉൾക്കടലിനും മ്യാൻമർ വ്യോമാതിർത്തിക്കും മീതെ ആകാശചുഴിയിൽപ്പെടുകയും 37,000 അടി ഉയരത്തിൽ നിന്നും ഒരു കല്ലെടുത്തെറിയുന്ന പോലെ 6,000 അടി താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും അതിലെ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു ബ്രിട്ടീഷ് പൗരനായ യാത്രക്കാരൻ മരണപ്പെടുകയും 17 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എല്ലാവരും യാത്രാ സമയങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല. സീറ്റ് ബെൽറ്റ് നമ്മളെ ഇളിയിൽ ഇട്ടെന്ന് പറഞ്ഞ് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല. നമ്മളെല്ലാവരും ഒരു ബെൽറ്റ് ഇളിയിൽ പാൻറ്റിൻ്റെ കൂടായാലും ചുരിദാറിൻ്റെ കൂടായാലും കിട്ടുന്നവരാണ്. വിമാനത്തിൽ കയറി സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാതെ വിമാനത്തിൽ യാത്ര ചെയ്യും. അല്ലെ 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ടെന്ന് പറഞ്ഞ് ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ ആരും കേൾക്കാതെ ഇതേ കണക്കത്തെ യാത്രകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. വിമാനം 36,000 അടി മുകളിൽ നിന്നും 6,000 അടി താഴേക്ക് ഒരു കല്ലെറിഞ്ഞ് താഴേക്ക് വരുന്ന സ്പീഡിലാണ് വന്നത്. അതിൽ പലരും തലകുത്തി വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരു യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തു. അടിയന്തരമായി തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ വിമാനം ലാൻഡ് ചെയ്യുകയും എല്ലാവരെയും ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. പക്ഷേ അതിലിരുന്നവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും അവർ നിലവിളിക്കുകയും അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഇനി കാണാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ പരക്കം പായുകയുമാണ് ചെയ്തത്. പക്ഷേ ദൈവത്തിന് സ്തുതി പറയണം, ആ വിമാനം ഒരു കുഴപ്പവുമില്ലാതെ പൈലറ്റുമാരുടെ നിയന്ത്രണത്തിലാവുകയും അവർ ബാങ്കോങ്ങിലെ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി. അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാണാൻ കഴിഞ്ഞല്ലോ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷ പ്രകടിപ്പിക്കാം.